രമേശ് ചെന്നിത്തലയുടെ ഉയരക്കുറവ് അദ്ദേഹത്തെ രക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അധികം ആരും ഈ ഇടിമിന്നലേറ്റ് മരിക്കാറില്ല, തലയിൽ ഇടിവെട്ടി അധികം പേരും മരിക്കാറില്ല. അവൻ അങ്ങനെ രാഷ്ട്രീയക്കാർ സുരേഷ് കുറുപ്പ് 2 തവണ നമ്മുടെ ജനപ്രതിനിധി ആയെങ്കിലും ഒരു മന്ത്രിസ്ഥാനത്തേക്കൊന്നും അദ്ദേഹം എത്തപ്പെട്ടില്ല. ഇ എൻ വാസൻ വന്ന ഉടനെ ഇ എൻ വാസനെ മന്ത്രിയാക്കി ചെയ്തു. കോട്ടയത്ത് നിന്ന് ഏതാണ്ട് ഒരു 10-12 കിലോമീറ്റർ വടക്ക് കിഴക്ക് മാറി സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഏറ്റുമാനൂർ. കേരളത്തിൻ്റെ ആത്മീയ സാംസ്കാരിക ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു പ്രദേശം. ഈ നിയമസഭാ മണ്ഡലത്തിൻ്റെ സർവ കണക്കുകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തുന്നു. ABC മണ്ഡലത്തിൻ്റെ തിരഞ്ഞെടുപ്പ് യാത്ര ഇന്ന് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിൽക്കുന്നു. കണക്കുകളും വസ്തുതകളും നിരത്തും മുമ്പ് ഞങ്ങളുടെ കമൻറ്റ് ബോക്സിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഏത് മുന്നണിക്കാണ് വിജയസാധ്യതയെന്ന് പ്രവചിക്കാനുള്ള അവസരം ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്. എത്രയും വേഗം പ്രവചിക്കട്ടെ. ഇപ്പോൾ കോട്ടയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ റബ്ബർ കർഷകരുടെ നാടെന്നൊക്കെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടികൾക്ക് ഏറെ വളക്കൂറുള്ള മണ്ണാണ്. അതിൽ KM മാണിയുടെ കേരള കോൺഗ്രസ് മാണി വിഭാഗമാണ് ഏറ്റവും പവർഫുള്ളായ ഒരു പാർട്ടി എന്ന് തന്നെ പറയാം. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഈ ഏറ്റുമാനൂർ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മത്സരിച്ച് ജയിക്കുന്ന ഒരു എന്താ പറയുക നിയമസഭാ മണ്ഡലം എന്ന് പറയാം. അതായത് 1991 മുതൽ ഇങ്ങോട്ട് എടുത്താൽ 91, 96, 2001, 2006 ഈ വർഷങ്ങളിലെല്ലാം തന്നെ തോമസ് ചാഴിക്കാടനാണ് അവിടെ നിന്ന് ജയിച്ചത്. തുടർച്ചയായിട്ട് 4 തെരഞ്ഞെടുപ്പിൽ തോമസ് ചാഴിക്കാടൻ മത്സരിച്ച് ജയിക്കുകയാണ് കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ടും. ഒടുവിൽ CPM ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടെ കൊണ്ടുവരികയാണ് 2011 ഇലക്ഷൻ. അന്നാണ് സുരേഷ് കുറുപ്പ് അവിടെ മത്സരിക്കാൻ വരുന്നത്. 2011 സുരേഷ് കുറുപ്പ് ജയിക്കുന്നു. അന്നും UDF സ്ഥാനാർത്ഥി ഇതേ തോമസ് ചാഴിക്കാടനാണ്. 2016 ആയപ്പോൾ വീണ്ടും സുരേഷ് കുറുപ്പിന് ഒരു അവസരം കൂടെ നൽകുന്നു. അന്നും എതിരാളിയായിട്ട് തോമസ് ചാഴിക്കാടൻ. അപ്പോൾ 4 തവണ ജയിച്ച ആൾ പിന്നീട് 2 തവണ പരാജയപ്പെടുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സുരേഷ് കുറുപ്പിന് 2ാമത് അവസരം നൽകി 3ാമത്തെ ചാൻസിലേക്ക് സുരേഷ് കുറുപ്പിനെ മാറ്റി നിർത്തുകയാണ്. അങ്ങനെയാണ് VN വാസവൻ എന്ന് പറയുന്നത് കോട്ടയത്തെ അനിഷേധ്യനായ ഒരു നേതാവിനെ അവിടെ മത്സരിക്കാൻ വരുന്നത്. VN വാസവൻ വന്നപ്പോൾ അവിടെ സിമ്പിളായിട്ട് VN വാസവന് ജയിച്ച് കയറാനും സാധിച്ചു. അപ്പോൾ തുടർച്ചയായിട്ട് 3 തവണ ഇപ്പോൾ LDF ആണ് ആ മണ്ഡലത്തിൽ MLA ആയിട്ട് വരുന്നത്. കേരള കോൺഗ്രസിന്റെ ആധിപത്യം ഇവിടെ നഷ്ടപ്പെടുകയും ചെയ്തു. ഇനി ഈ ഏറ്റുമാനൂർ മണ്ഡലം എന്ന് പറയുന്ന ആ മേഖലയുടെ ചില പ്രത്യേകതകളുണ്ടല്ലോ, ആ സവിശേഷതകൾ എന്താ? തീർച്ചയായിട്ടും ഞാനത് കണക്ട് ചെയ്യാം. അത് കോട്ടയമായിട്ട് കണക്ട്. കോട്ടയത്തെക്കുറിച്ച് പറഞ്ഞ റബ്ബർ എന്ന് പറഞ്ഞത് ശരിയാണ്. സിനുജി പറഞ്ഞത് 100% ശരിയാണ്. ഞങ്ങളുടെ അവിടെ ഈ റബ്ബർ കൃഷി ചെയ്യുന്ന പ്രദേശത്തിന് ഞങ്ങൾ കോട്ടയം എന്നാണ് പറയുന്നത്. കാരണം കോട്ടയവും റബ്ബറുമായിട്ട് അത്ര അഭേദ്യമായിട്ടുള്ള ഒരു ബന്ധമുള്ളതുകൊണ്ട്. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, കോട്ടയം ജില്ലയെ സംബന്ധിച്ച് അത് ശരിയാണ്. പക്ഷേ കോട്ടയം നഗരത്തെ സംബന്ധിച്ച് അതൊട്ടും ശരിയല്ല. കാരണം കോട്ടയം നഗരം എന്ന് പറയുന്നത് പത്രങ്ങളുടെ നഗരമാണ്. ഫ്ലീറ്റ് സ്ട്രീറ്റ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. അതുപോലെ പത്രങ്ങൾ ധാരാളം ഉള്ളവരെന്നാണ് അക്ഷരനഗരം എന്നും അറിയപ്പെടുന്നുണ്ട്. എന്തായാലും ശരി, കോട്ടയത്തിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയായിട്ടുള്ള നമ്മുടെ SH ഉള്ള സ്റ്റേറ്റ് ഹൈവേയിൽപ്പെട്ട ഒരു ചെറു പട്ടണമാണ് ഈ ഏറ്റുമാനൂർ. ഇത് കൃഷിസ്ഥലങ്ങളൊന്നുമില്ല. അതറിയപ്പെടുന്നതിൻ്റെ നമ്മൾ യാത്ര ചെയ്താൽ അറിയും ഏറ്റുമാനൂരാണെന്ന്. കാരണം ഇതിലൂടെ സഞ്ചരിക്കുമ്പോൾ ഏറ്റവും അധികം ബോട്ടിലിനേക്കായിട്ട് അനുഭവപ്പെടുന്ന, കുപ്പിക്കഴുത്തായിട്ട് അനുഭവപ്പെടുന്ന, ഇത്രയധികം യാത്രാ ക്ലേശം അനുഭവിക്കേണ്ടി വരുന്ന ഒരു പ്രദേശം വരെയില്ല. ഇതിൻ്റെ കാര്യം എന്താണെന്ന് എല്ലാവരും ഒന്ന് അനുഭവിക്കുകയോടെ. ഏത് ഞായറാഴ്ച പോയാലും റിപ്പബ്ലിക് ഡേ പോയാലും ഒന്ന് അനുഭവിച്ച് അവിടെ കുറച്ച് നേരം നിങ്ങളെ അവിടെ നിർത്തിയിട്ടേ പോകും. ചിലപ്പോൾ ആ ഘോര ശിവൻ്റെ മുമ്പിലായിരിക്കും, അല്ലെങ്കിൽ മെയിൻ റോഡിലായിരിക്കും. എവിടെ ആയാലും നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. അങ്ങനെ വരുന്നതിന് കാരണം എന്താണെന്നറിയാമോ? ഭയങ്കര ബിസ്ലിംഗ് ആക്ടിവിറ്റിയാണ് 2 സൈഡും. ഇതുപോലെ കടകൾ കോട്ടയത്ത് പോലും ഇല്ല. ധാരാളം ബിസിനസ് സെൻറ്ററുകൾ 2 വശത്തും, ഹോട്ടലുകളാവാം, മറ്റ് സ്ഥലങ്ങളാവാം, സർവീസ് കേന്ദ്രങ്ങളാവാം. ഇത്രയുമുള്ള ഒരു പ്രദേശമില്ല. അതിന് പാർക്കിംഗ് സ്വന്തമായിട്ടില്ല. പലതിനും 90% എല്ലാം റോഡിലാണ് പാർക്കിംഗ്. അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഒരു കുപ്പി കഴുത്ത് പ്രതിഭാസമാണത്. ഇനി നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഏറ്റുമാനൂരിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രമാണ്. അഘോര ശിവൻ്റെ ക്ഷേത്രമാണെന്നുള്ളതാണ് ആ പ്രത്യേകത. ഈ കോട്ടയം ജില്ലയിൽ തന്നെ 3 പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളാണ് ഒരുമിച്ച് ഒരേ നിരയിൽ നിൽക്കുന്നത്. വൈക്കം മഹാദേവർ ക്ഷേത്രം, ഏറ്റുമാനൂർ അഘോര ശിവക്ഷേത്രം, അതുപോലെ തന്നെ തിരുനക്കര മഹാദേവർ ക്ഷേത്രം. എല്ലാം വളരെ പേരുകേട്ട വിശാലമായിട്ടുള്ള പ്രദക്ഷിണ വഴികളുള്ള ക്ഷേത്രങ്ങളാണ്. ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടുത്തെ 7 പൊന്നാന എന്നുള്ളതാണ്. പൊന്നുകൊണ്ടുണ്ടാക്കിയ 7 ആനകൾ. അതുകൂടാതെ ഒരു ചെറിയ ആന, അതിനെ അരയാന എന്ന് പറയുന്നത്. നമ്മുടെ വയലാർ രാമവർമ്മ കുറേ കാലം ഇവിടെ വന്ന് ഈ ക്ഷേത്രത്തിൽ വന്ന് കുട്ടിക്കാലത്ത് വന്ന് ഭജനം പാർത്തിട്ടുള്ളതാണ്. ഈ ക്ഷേത്രത്തിൽ ഭജനമുണ്ട് അവിടെ, ഓച്ചിറയെ പോലെ തന്നെ. ആ ഭജനം പാർത്തുവെങ്കിലും 7 പൊന്നാന പുറത്തെഴുന്നള്ളുമ്പോൾ ഏറ്റുമാനൂർ അപ്പ എന്നുള്ള പാട്ട് എഴുതിയ അദ്ദേഹമല്ല, P. ഭാസ്കരൻ മാഷാണ് ആ പാട്ട്, മനോഹരമായ ആ പാട്ട് രചിച്ചിട്ടുള്ളത്. അദ്ദേഹം അവിടെ വന്നിട്ടുണ്ടോയെന്ന് പോലും സംശയം. ഈ ഏറ്റുമാനൂർ ക്ഷേത്രം കൂടാതെ അതിൻ്റെ തന്നെ കീഴിൽ ഒരു അന്തി മഹാകാളൻ ക്ഷേത്രമുണ്ട്. ചെറിയൊരു കാവോട് കൂടിയ ഒരു ക്ഷേത്രം. അങ്ങനെയൊക്കെയുള്ള പ്രത്യേകതകൾ ധാരാളമുള്ള
ഒരു ക്ഷേത്രമാണ്. SP പിള്ളയുടെ ജന്മനാടാണത്. ഓ അവിടുത്തെ വിഗ്രഹം ഒരിക്കൽ കാണാതെ പോയി. സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരു കള്ളനായിരുന്നു എൻ്റെ മോഷണം നടത്തിയത്. നമുക്ക് അധികം സമയമില്ല വിശദാംശങ്ങളിലേക്ക്. അന്ന് സത്യാഗ്രഹം, അതുകൊണ്ടാണ് ഞാൻ SP പിള്ളയുടെ പേര് പറഞ്ഞത്. അന്ന് സത്യാഗ്രഹം അമ്പലത്തിന് മുമ്പിൽ വന്ന് നടത്തിയ ആളാണ് SP പിള്ള. അതുപോലെ തന്നെ ഏറ്റുമാനൂർ ശിവകുമാർ, ഏറ്റുമാനൂർ ശ്രീകുമാർ, ഇവരൊക്കെ പ്രസിദ്ധരായ സാഹിത്യകാരന്മാർ എല്ലാം ഉള്ള ഒരു സ്ഥലമാണ്. സാംസ്കാരികമായിട്ട് വളരെ മുന്നിൽ നിൽക്കുന്ന ഒരു പ്രദേശവും കൂടിയാണ് ഈ ഏറ്റുമാനൂർ എന്ന് പറയുന്ന ആ സ്ഥലം. പക്ഷേ ഇനി നമുക്ക് ഈ നിയമസഭാ കണക്കുകളിലേക്ക് നിയമസഭ നമുക്ക് 2 കണക്ക് മാത്രം എടുക്കാം. അതായത് 2016 2021 മാത്രം എടുത്തു കഴിഞ്ഞാൽ 2016 ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ കുത്തകയായിരുന്ന ഈ സീറ്റിലേക്ക് സുരേഷ് കുറുപ്പിനെ മത്സരിക്കാനായിട്ട് കൊണ്ടുവരുന്നു. അന്ന് മൊത്തം 80%-ഓളമാണ് പോളിംഗ് രേഖപ്പെടുത്തിയത്. ഇതിൽ 40.67% വോട്ട് ലഭിച്ചത് സുരേഷ് കുറുപ്പിനാണ്. എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം 8899 വോട്ടിന്. അന്ന് തോമസ് ചാഴിക്കാടൻ ഏതാണ്ട് 44,906 വോട്ട് പിടിക്കുകയും ചെയ്തു. 2021 ഇലക്ഷൻ വന്നപ്പോൾ അന്ന് ഈ പോളിംഗ് ശതമാനം 80-ൽ നിന്ന് 70% കുറയുകയാണ് ചെയ്തത്. ആ 70% കുറഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് പ്രിൻസ് ലൂക്കോസിന് 43,986 വോട്ട് ലഭിച്ചപ്പോൾ VN വാസൻ വന്ന 58,289 വോട്ട് ലഭിച്ചു. എന്ന് പറഞ്ഞാൽ 14,300 വോട്ടിന്റെ ഭൂരിപക്ഷം. സുരേഷ് കുറുപ്പിന് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് VN വാസൻ ലഭിച്ചു. അപ്പൊ സുരേഷ് കുറുപ്പ് 2 തവണ അവിടെ ജനപ്രതിനിധി ആയെങ്കിലും ഒരു മന്ത്രിസ്ഥാനത്തേക്കൊന്നും അദ്ദേഹം എത്തപ്പെട്ടില്ല. എന്തുകൊണ്ടോ അദ്ദേഹം ഒരു VS അനുഭാവിയാണെന്നൊക്കെയാണ് അന്ന് പറയപ്പെട്ടത്. പിന്നീട് VN വാസൻ വന്ന ഉടനെ VN വാസനെ മന്ത്രിയാക്കുകയും ചെയ്തു. അപ്പൊ VN വാസൻ എന്ന് പറയുന്ന പിണറായി വിഭാഗത്തിന്റെ ഒരു ശക്തനായ നേതാവ് കൂടിയായിരുന്നു. അപ്പൊ എന്തായാലും VN വാസവനാണ് ഇപ്പൊ നിലവിൽ അവിടുത്തെ MLA. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അടുത്ത മത്സരത്തിൽ ഈ 2026 ഇലക്ഷനിലും VN വാസവൻ തന്നെ അവിടെ മത്സരിച്ചേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതിനുള്ള വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോഴും ഇനി കേരള കോൺഗ്രസിന്റെ മാണി വിഭാഗമായിരിക്കില്ല മത്സരിക്കുന്നത് എന്നൊരു പ്രത്യേകത കൂടി സ്വാഭാവികമായിട്ടും ഉണ്ടാവും. കാരണം അവർ LDF-നൊപ്പമാണ് നിൽക്കുന്നത്. ഇനി ആ തിരഞ്ഞെടുപ്പ് എങ്ങനെ ചുറ്റിത്തിരിയുമെന്നതിനെ കുറിച്ച് വലിയ ചർച്ചകളും ആശങ്കകളും ഒക്കെ നിൽക്കുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെയും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെയും ഒക്കെ കണക്കൂടി എടുത്താലേ നമുക്ക് ആ മണ്ഡലത്തിന്റെ ശരിയായ ഒരു ചിത്രം വ്യക്തമാക്കും. മുമ്പായി പക്ഷേ മുൻകാല വിജയികളെ കുറിച്ചിട്ടൊന്ന്, അതായത് നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, വളരെ ദാരുണമായിട്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. രാഷ്ട്രീയ പ്രചാരണത്തിനിടയിൽ അവിടുത്തെ വളരെ പ്രമുഖനായിട്ടും പോപ്പുലറായിട്ടുള്ള ഒരു നേതാവായിട്ടുള്ള ബാബു ചാഴിക്കാടൻ ആകസ്മികമായ ഒരു അന്ത്യം. ഇടിമിന്നലേറ്റാണ്. അധികം ആരും ഈ ഇടിമിന്നലേറ്റ് മരിക്കാറില്ല. തലയിൽ ഇടിവെട്ടി അധികം പേരും മരിക്കാറില്ല. അവൻ അങ്ങനെ രാഷ്ട്രീയക്കാർക്ക് ആഗ്രഹം സംഭവിക്കാറില്ല. കാരണം പുറത്തിറങ്ങുന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണമായിരുന്നു. ഒപ്പം രമേശ് ചെന്നിത്തലയൊക്കെ ഉണ്ടായിരുന്നു. രമേശ് ചെന്നിത്തലയുടെ ഉയരക്കുറവ് അദ്ദേഹത്തെ രക്ഷിച്ചു എന്ന് വേണം കരുതാൻ. കാരണം ആകാശത്ത് നിന്ന് വരുന്ന വൈദ്യുതി ആഘാതമാണല്ലോ, അതിൽ പെട്ടില്ല അദ്ദേഹം എന്ന് വേണം പറയാൻ. അതോടുകൂടിയാണ് പിന്നെ അദ്ദേഹത്തിന്റെ അനിയനായിട്ടുള്ള തോമസ് ചാഴിക്കാടൻ അവസരം കിട്ടിയത്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഒരു നക്ഷത്ര ശോഭയായിട്ട് കുതിച്ചു വരികയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു മണ്ഡലമാണ് അവിടെ പേരെടുത്തു പറയേണ്ട ഒരു പേരെന്ന് പറഞ്ഞാൽ ജോസഫ് പൊടിപ്പാറുന്ന പ്രകടനം നിയമസഭയിൽ കാഴ്ചവെച്ചിട്ടുള്ള ഒരാൾ. ഈ നിയമസഭയിൽ മാത്രമല്ല ഇദ്ദേഹം കാഴ്ചവെച്ചത്, അദ്ദേഹത്തിൻ്റെ വീട്ടിലൊന്ന് പോയി കാണണം കേട്ടോ. അവിടെ ഇല്ലാത്ത കൃഷികളില്ല, സകലമാന കൃഷികൾ. PJ ജോസഫ് കുറച്ചൊക്കെ ഇപ്പോൾ ആ കൃഷി അനുകരിക്കുന്നുണ്ട്. ആ രീതിയിലുള്ള കൃഷികളും ഒക്കെ നടത്തിയിരുന്ന ഗംഭീരനായിട്ടൊരു വ്യക്തിയാണത് അദ്ദേഹം. അതുപോലെ പൊടിവാറുന്ന പ്രകടനങ്ങൾ തന്നെയാണ് നിയമസഭയിലെന്ന് മാത്രമല്ല പ്രസംഗവേദികളിലും കാഴ്ചവെച്ച നല്ല ഒരു സ്റ്റേച്ചറുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. ഈ പേരൊക്കെ കേട്ട കിടിലമാണ്. അന്നത്തെ കാലത്ത് ഞങ്ങൾ കുട്ടികൾ പോലും രോമാഞ്ചം കൊള്ളുന്ന പേരുകളാണ്. ജോസഫ് പൊടിപ്പാറ. പേരിന് തന്നെ ഒരു ഗാംഭീര്യമുണ്ട്. ആ ഗാംഭീര്യം അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രകടനങ്ങളിലും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ജോസഫ് പൊടിപ്പാറ. ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ടിരുന്നു ഏറ്റുമാനൂരുമായിട്ട് ആദ്യകാലത്ത്. പിന്നെ ഇടക്കാലത്ത് PBR പിള്ള കുറച്ചു കാലം അവിടെ ശോഭിച്ചിരുന്നു. EJ ലൂക്കോസ് അറിയപ്പെടുന്ന പോപ്പുലറായിട്ടൊരു ലീഡറായിരുന്നു. പിന്നെയാണ് നമ്മൾ തോമസ് ചാഴിക്കാടനിലേക്ക് വരുന്നത്. സുരേഷ് കുറുപ്പ് ഏറ്റവും പോപ്പുലറായിട്ടുണ്ട്. അങ്ങ് പറഞ്ഞ കാര്യം, ഇപ്പോൾ ഞാൻ സുരേഷ് കുറുപ്പിനോട് ചോദിച്ചു, എന്താണ് ഈ പാർട്ടിയിൽ നിന്നൊക്കെ അങ്ങ് പിൻവാങ്ങുന്നത്? ഒരു കല്യാണത്തിന് ഞങ്ങൾ കണ്ടപ്പോൾ ഒന്ന് ചോദിച്ചത്. അത് സൗമ്യനായ വ്യക്തിയാണ് അദ്ദേഹം, ദേഷ്യപ്പെടില്ല, നിങ്ങൾക്ക് എന്ത് വേണോ അറിഞ്ഞിട്ട് അങ്ങനെയൊന്നും ചോദിക്കില്ല. പുള്ളി പറഞ്ഞത് തന്നെയല്ല, ഞങ്ങളുടെ അടുത്തൊരു അകന്നൊരു ബന്ധുവും കൂടിയാണ്. അദ്ദേഹം പറഞ്ഞത് കുറേ ആയി വിദ്യാർത്ഥി രാഷ്ട്രീയം MG യൂണിവേഴ്സിറ്റി ചെയർമാനായിരുന്നല്ലോ അദ്ദേഹം. കുറേ നാളായി മടുത്തു, ഇനിയും പുതിയ ആൾക്കാരൊക്കെ വരട്ടെ എന്നുള്ളൂ. ഇപ്പോഴും അദ്ദേഹത്തെ കണ്ട ചെറുപ്പക്കാരനെ പോലെ തോന്നുമെങ്കിലും ആ ഒരു മടുപ്പ് അദ്ദേഹത്തിന്, രാഷ്ട്രീയത്തോടൊരു വിരക്തി വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ VS അച്യുതാനന്ദനെ എതിർക്കാതിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ് ഞാൻ രാഷ്ട്രീയമായിട്ട് അവിടെ മനസ്സിലാക്കുന്നത്. പിന്നെ മറ്റൊരാളുടെ പേര് നമ്മൾ ഒന്ന് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല,
വൈക്കം മിഷൻ ഇപ്പോൾ സോറി, വൈക്കം മിഷൻ ഇതുമായിട്ട് വളരെ ബന്ധപ്പെട്ട ആൾ. വൈക്കം എന്നാണ് പേരെങ്കിലും അദ്ദേഹം ഏറ്റുമാനൂരിൽ തന്നെ ഏറെക്കാലം ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ താമസിക്കുന്നത് കോട്ടയം നഗരത്തിൽ. ഇപ്പോഴും അദ്ദേഹം സ്വസ്ഥമായിട്ട് താമസിക്കുന്നു, വിശ്രമ ജീവിതം നയിക്കുന്നു. ഈ പിണറായി വിജയനെയൊക്കെ പോലെ തന്നെ ഒരു കരുത്തനായ സൗമ്യനും നല്ല പ്രാസംഗികനായിരുന്നു, വളരെ സൗമ്യനായിട്ട് കൺവീനറായിട്ട് എത്രയോ കാലം ചിരിച്ചുകൊണ്ട് മാത്രം സംസാരിക്കുന്ന ഒരു വ്യക്തിത്വം. വളരെ സംഘർഷങ്ങളിൽ കൂടി പിന്നെ പാർട്ടിയിൽ ഉയർന്നു വന്ന ഒരു നേതാവാണ്, മുൻനിര നേതാവാണ്. സാധാരണക്കാർക്ക് വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള നേതാവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ നിയമസഭാ മണ്ഡലങ്ങളുടെ വിജയികളുടെ ചരിത്രം. ഇനി നമുക്ക് ലോക്കൽ ബോഡി ഇലക്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റുമാനൂര് UDF ഏറ്റവും കൂടുതൽ നടന്ന തിരഞ്ഞെടുപ്പാണ്. 48,651 വോട്ടുകളാണ് UDF ഏറ്റുമാനൂരിൽ ലഭിച്ചത്. 47,320 വോട്ടുകൾ LDF, 12,949 മാത്രമാണ് പിന്നെ BJP ലഭിച്ചത്. നമുക്ക് അതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. 19-ലെയും 24-ലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ഏറ്റുമാനൂരിൽ UDF-നും LDF-നും NDA-ക്കും എത്ര വോട്ട് വിഹിതം ലഭിച്ചു എന്നുള്ള കാര്യം. 19-ൽ UDF-ന് 44.3% ആണ് ലഭിച്ചത്, 55,356 വോട്ടുകൾ. LDF-ന് 37.6 ലഭിച്ചത്, 46,911. NDA-ക്ക് അത് 16.1 ആണ്, 20,112. അത് 2024-ലേക്ക് വരുമ്പോൾ നേരത്തെ UDF-ന് 44 ലഭിച്ചിരുന്ന സാഹചര്യമല്ല, 41.8 ആയി കുറയുകയാണ് ചെയ്യുന്നത്. LDF-ന് 37-ൽ നിന്ന് 33 അവരും കുറഞ്ഞു, 33.3 മാറി, 37,261. അവിടെ സംഭവിച്ചത് അവർക്ക് രണ്ടുപേർക്കും 24-ലേക്ക് എത്തുമ്പോൾ കുറവ് വന്നിട്ടുണ്ടോ എങ്കിൽ NDA-ക്ക് 2019 ലഭിച്ച 16.1 എന്ന് പറയുന്നത് 21.8 മാറിയിട്ടുള്ളതാണ്. അവർക്കത് വോട്ട് വിഹിതം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ കുറഞ്ഞ വോട്ട് നേരെ അവിടെ പോയി വീണതായി കാണാം. ഇതാണ് ചുരുക്കത്തിൽ ഏറ്റുമാനൂരിൻ്റെ അവസ്ഥ. സാർ, എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുള്ള നമ്മളൊരു ഓർക്കേണ്ട കാര്യം, വൈക്കം വിശ്വൻ 1980-ലാണ് ഇവിടെ മത്സരിച്ചത്. അവിടെ മണ്ഡലത്തിലെ ഏറ്റവും കുറഞ്ഞ, ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ചത്. പിന്നെ അവിടെ 374. അങ്ങനെ കേസൊന്നും ആരും പോയില്ല, കാരണം സൗമ്യനായ ഒരു വ്യക്തിയാണല്ലോ അദ്ദേഹം. കേസൊന്നും പോയില്ല, അദ്ദേഹത്തിൻ്റെ റീറ്റെയിൻ ചെയ്തു മണ്ഡലം. എന്തായാലും വൈക്കം വിശ്വനെ ഓർക്കാതെ തീർച്ചയായിട്ടും ഏറ്റുമാനൂരിൻ്റെ ഈ നിയമസഭാ ചരിത്രം നമുക്ക് ഓർക്കാൻ പറ്റുകയില്ല. വിശ്രമം ജീവിതം നയിക്കുന്നു, രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ വിശ്രമം ലീവ് എടുത്തിരിക്കുകയാണ്. ഇതാണ് സ്ഥിതി വിവര കണക്കുകൾ. ഇനി നമ്മളുടെ പ്രേക്ഷകരുടെ ഊഴമാണ്. എത്രയും വേഗം കമൻറ്റ് ബോക്സിലേക്ക് ചെല്ലുക. ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഓപ്പൺ ചെയ്ത് ഏത് മുന്നണിക്കാണ് വിജയ സാധ്യത എന്ന് നിങ്ങൾക്ക് പ്രവചിക്കാം. എത്രയും വേഗമാകട്ടെ. 2026-ൽ കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026-ൽ ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.